ഗൈസ്, പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഓൾ ഇന്ത്യ ട്രിപ്പിൽ വന്നിട്ട് മക്ലോഡ്ഗഞ്ച്, ഹിമാചൽ പ്രദേശിലുള്ള മക്ലോഡ്ഗഞ്ചിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വാട്ടർഫോൾസ് കാണാൻ വന്ന, അപ്പോൾ ഞാൻ ആസ്വദിക്കാം കേട്ടോ ഈ സീനറിയൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വ്ളോഗിലേക്ക് കിടക്കാം. റോഷാൻ്റെ മോൾക്ക് ഡ്രസ്സ് ഒരു കോട്ട് എടുക്കാൻ വന്ന ഇതേപോലത്തെ 400 റുപ്യ അറിയണം. അത്ര ഒന്നുമില്ല. ഡ്രസ് മാഗിയൊക്കെ തിന്ന് പോയിക്കൊണ്ടിരിക്കുക. ആ വാട്ടർഫോളാ കണ്ടി പോണ്ടേ, പക്ഷെ അവിടെ എല്ലാവരും ഉണ്ട്. അതിനോട് നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തേക്ക് പോവാണ് കേട്ടോ. എല്ലാവരും മുകളിലോട്ട് പോയാൽ എന്തോ വൈബാ. മുകളിൽ പോകാൻ വയ്യ, അതിനോണ്ടാ. ഇനി വേറെ വലിയ വലിയ ട്രക്കിങ് ചെയ്യാനുണ്ട്, അതിനും ചിലപ്പോൾ വയ്യായ്മ ഉണ്ടാവും കേട്ടോ. സ്പോട്ടൊക്കെ നോക്കി, കിഡിലോസ്കി സ്പോട്ടാ. ഒരു താഴത്തില്ലോ. കിഡിലോസ്കി സ്ഥല. ഉണ്ടല്ലേ, നമുക്ക് താഴത്തേക്ക് പോവാ. അപ്പോൾ ധർമ്മശാല വരികയാണെങ്കിൽ മക്ലോഡ്ഗഞ്ചിലേക്ക് 4 കിലോമീറ്റർ മുകളിലേക്ക് കയറിയാൽ കിട്ടും. പിന്നെ വാട്ടർഫോൾസ് മുകളിൽ പോകണമെങ്കിൽ താഴെ വന്നാൽ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്യാം. കുറച്ച് വൃത്തിയില്ലായ്മയുണ്ട്, നമുക്ക് നമ്മളെ ഒരു ഫ്രീഡം ഉണ്ടാവും. അപ്പോൾ ചെക്കന്മാരൊക്കെ ചാടാൻ പോവാണ് വെള്ളത്തിലേക്ക്. തണുത്ത വെള്ളമാണ്, സൂക്കേടാവും കണ്ടോ. അപ്പോൾ ഞാൻ താഴെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ വെള്ളം, കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. ബാക്കിലുള്ള വ്യൂ നോക്കി നിങ്ങള്. കാല് ഫ്രീസ് ആണ്ട് അറിയണേ. നമ്മളെ ഫറാന് ബോഡി കാണിച്ചേക്ക്. ചാടാൻ വേണ്ടിയാ ചാടറാ. ഒരാളെ മുങ്ങോ അത് ഒരിക്കോ ഏജാൽ സ്പോട്ടാ. ഇന്ത്യൻ ട്രാവലറിന് വയ്യ, സുഖമില്ല. ആകെ 100 കെട്ട് നടന്നപ്പോഴത്തേന് കഴിഞ്ഞിട്ടാ. ഞാനും കഴിഞ്ഞിട്ടുള്ളത്. വെള്ളം വേണം. പൈസ ഇനി വേറെ ഗുലാബ് വാങ്ങട്ടോ. ഇന്ത്യയില്ല 40 റുപ്യ. 40 റുപ്യക്ക് ചൂടുള്ള 10 പീസ്, 10, 20, 30 ഒക്കെ കിട്ടും. എല്ലാരും കഴിഞ്ഞു. ഇന്ത്യൻ ട്രാവലറാണ് ചത്ത്. ഇന്ത്യൻ ട്രാവലറിന്റെ പെട്രോൾ കഴിഞ്ഞു. ഇന്ത്യൻ ട്രാവലറിന്റെ വണ്ടി 50 മീറ്റർ വരെ ഓടി. അല്ല, അതിന്റെ ടേസ്റ്റ് ഉണ്ട്. ഫുള്ളുണ്ടല്ലോ, ചൂടുണ്ട്. വഴി ബ്ലോക്ക് ആക്കല്ലേ, 40 റുപ്യക്ക് 10 എണ്ണ തല്ലിപ്പൊളി സാധനം. അടിപൊളിയല്ലേ. പഴകിയ ഇലയില, ഇത് പഴകിയ ഇലയില. എന്താ സായി തിന്ന് തൂറി വേടാ. കൊടുത്തോ പൈസ തീയാ. പൈസ ഉണ്ടോ? വെള്ളം ഇവിടുത്തെ ഫ്രിഡ്ജ് സിസ്റ്റാണിത്. കുപ്പിന്ന് നല്ല തണുത്ത വെള്ളം കേട്ടോ വരുന്നത്.
ഡയറക്റ്റ് നമ്മളെ വാട്ടർഫോൾസിൽ നിന്ന് തന്നെ വെള്ളം ഇതിലേക്ക് പോകും, അത് അതിലേക്ക് പോകും, അങ്ങനെ അതാ ഒഴുകി അങ്ങനെ പോകും. വാട്ടർഫോൾസിൽ നിന്ന് വെള്ളം വരികയാണല്ലോ, വെറൈറ്റി സംഭവം കേട്ടോ. നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ആകെ ചത്തുക്കണ്. ഇതൊക്കെ വാട്ടർഫോൾസിലേക്ക് നടക്കാൻ തന്നെ ഇവന്മാരെ കൊണ്ട് കഴിയില്ല. സുഖമില്ലാത്ത ഞാനാ മുമ്പിൽ. മനസ്സ് ആക്സിഡൻറ്റിൽ ചെറിയ കാലിന് പരിക്കൊക്കെ അയക്കണേ. അപ്പോൾ ഇത് ആകെ 1 കിലോമീറ്റർ ഉണ്ടാവില്ലേ സാർ? ഇത് 1-2 ഉണ്ടാവും. ഒന്നല്ല 800 മീറ്റർ എന്ന് പറഞ്ഞു. 800 മീറ്റർ നമുക്ക് കഴിയാത്ത. എന്നിട്ട് നമ്മൾ അപ്പോൾ അടുത്ത പോകാൻ പോണ 6 കിലോമീറ്ററിൻ്റെ ട്രക്കാണ്. അത് കഴിഞ്ഞാൽ 12 കിലോമീറ്ററിൻ്റെ നമ്മളെ ഇന്ത്യൻ ട്രാവലർ പറഞ്ഞിട്ട് ഒരാളുണ്ട്. മുമ്പിൽ ഞാൻ കയറും, എന്നെക്കൊണ്ട് കഴിയാന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കയറുന്നിട്ടാ, അഭിമാനിക്കല്ല, എങ്ങനെയൊക്കെ കയറാണ്. ഫുള്ള് ഓഫ് റോഡാ. ഇന്ത്യൻ ട്രാവലറിനെ കാണില്ല, നമ്മളെ ഗൈഡിനും കാണില്ല. ഗൈഡിന് എനർജി ഉണ്ട്, ഗൈഡ് ഇന്ത്യൻ ട്രാവലറിൻ്റെ ഒപ്പനം വരിക. നമ്മളെത്താനായിരിക്കണം ഓൾമോസ്റ്റ് കേട്ടോ. 800 മീറ്റർ ആട്ടോ ഇതൊക്കെ. എന്താ 800 മീറ്റർ. വേറൊരു ചങ്ങയുണ്ട് നമ്മളപ്പുറം വന്ന ഇബ്രാഹിം, അവനിപ്പോൾ അവിടെ എത്തിയിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് പണിക്കുണ്ടോ. കൊടിയെത്തിനാടെ അച്ചോരെ കാണാനല്ലേ കേട്ടോ. അവിടെ ഒരു വാട്ടർഫോൾസ് എത്തിട്ടോ. എവിടെയൊക്കെ കാണൂ. ഇതാണ് വാട്ടർഫോൾസ് കേട്ടോ. ഇബ്രാഹിം ഇവിടെ ഉണ്ട് പറഞ്ഞൊരു കാണില്ലല്ലോ. ഗായ്സ്, ഇതിപ്പോ ഒരു പീസുണ്ട്, 6 ആളുണ്ട്. എല്ലാരും പട്ടിക എല്ലിട്ടിയ പോലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുകയാണ്. നമ്മൾ കുറച്ച് നേരം ഇവിടെ നിന്ന് വെറുതെ ബേക്കറിയിലൊക്കെ കയറി ഒരു ചായ ലസ്സിയൊക്കെ കുടിച്ചു. ഞാൻ കുടിച്ചില്ല, എനിക്ക് സുഖമില്ല, ഞാൻ ചായ കുടിച്ചു. 2:40 ആയിട്ടുണ്ട്. ഇത് കരേരിയിലേക്ക് നമ്മൾ പോകാനുള്ളത്. പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് പോകും. ഏത്? ധർമ്മശാല സ്റ്റേഡിയം. സിനിമ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അവിടേക്ക് പോകാനപ്പോൾ പ്ലാന്. ആ സ്റ്റേഡിയം കണ്ടിട്ട് നേരെ കരേലിയിലേക്ക് പോകും. കരേലി അവിടെ ട്രക്ക് ചെയ്യാൻ 12 കിലോമീറ്റർ ഉണ്ട്. 800 മീറ്റർ ട്രക്ക് ചെയ്യാൻ കഴിയാത്ത നമ്മൾ 12 കിലോമീറ്റർ ട്രക്ക് ചെയ്യാൻ വേണ്ടി അവിടെ പോവാണ്. അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ സ്റ്റേ. അപ്പം പറഞ്ഞ് വഹാബ് പറഞ്ഞ്, നമ്മൾ ടൂർ ഗൈഡ് ബസ്സിനാണ്, അവൻ പറഞ്ഞത് അവിടെ അടിയിലൊരു ഹോട്ടലുണ്ട്, അവിടെ നിൽക്കാമെന്നാണ്. തോന്നിയ വില പറയുമോ അറിയില്ല, ഒരു ഹോട്ടലേ ഉള്ളൂ എന്ന് അവൻ പറയും. എന്തായാലും ആദ്യം സ്റ്റേഡിയം കാണാം. ഓക്കെ, ഇവിടെ കുറേ ഹോട്ടലുണ്ടല്ലോടാ. അതിപ്പോൾ നമ്മൾ ധർമ്മശാല സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. 30 റുപ്യ ഒരാൾക്ക്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. കയറിയിട്ട് ഉള്ളിലത്തെ സ്റ്റേഡിയത്തിലത്തെ വ്യൂസൊക്കെ കാണിച്ചു തരാം. സൂക്കേട് കുറച്ച് കൂടുതലാണ്, സാരമില്ല. മാഗിയും ജ്യൂസൊക്കെ ഉണ്ടാക്കും, കുടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ റെഡി ആയിരിക്കും. തിരിച്ചു വന്നിട്ട് കുടിക്കാം. ഉള്ളിൽ കയറി നോക്കാം. കയറാം കേട്ടോ. നമ്മൾ വലിയ വലിയ പ്ലേയേഴ്സൊക്കെ കളിച്ച സ്റ്റേഡിയം.
സച്ചിനല്ല, എല്ലാരും കളിച്ച. ഇന്ത്യയിൽ തന്നെ കളി നടക്കുമ്പോൾ കാണുമ്പോൾ ഒരു ബാക്കത്തെ വ്യൂ ഒക്കെ കാണുമ്പോൾ നമ്മൾ അന്താളിക്കുന്ന ഒരു സ്റ്റേഡിയം. ഒന്ന് വരുന്ന വിചാരിച്ചില്ല ഒരിക്കലും. വരേണ്ടി വന്ന്. സ്റ്റേഡിയം കണ്ടില്ലേ? ഓ നല്ല രസം കേട്ടോ. ഇവിടുന്ന് കളി കാണാൻ പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സംഭവിക്കും അല്ലേ? ഇവിടെ കളി കാണാൻ വരണം കേട്ടോ. അത് കോഹ്ലിനൊക്കെ അടുത്തുനിന്ന് കാണാം. കളി കാണാനൊന്നുമില്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. സ്റ്റേഡിയം കണ്ട് അന്താളിച്ചിട്ട് ഇവന്മാരൊക്കെ സ്റ്റേഡിയം ആദ്യമായിട്ട് കണ്ട്. നമ്മളെല്ലാരും ഇങ്ങനെ ഒന്നും കണ്ടിട്ടില്ല, എല്ലാം ആദ്യമായിട്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാൻ. ഇതേപോലെ മൊഹാലി സ്റ്റേഡിയം ഉണ്ട് അല്ലേ? മൊഹാലി എവിടെ വരുന്നത്? ഇജാതി സാധനം. ഇപ്പോൾ കാര്യം നമ്മൾ ഇവിടുന്ന് സ്കൂട്ടാവാണ്. KFC വരുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ KFC കഴിക്കാമെന്ന് യൂനസ് ആഗ്രഹം പ്രകടിപ്പിച്ച് വഹാബും അതിന് കുറച്ച് സ്പീഡിലാണ് നടക്കുന്നത്. അതിനെന്തിനു വേണ്ടിയിട്ടാ? കുറച്ച് ക്ഷീണിച്ചിക്കണ എല്ലാരും. ട്രക്കിങ് മാത്രല്ല, ഇനിയിപ്പോ വലിയ ട്രക്കിങ് വരാനുണ്ട്. ഇപ്പൊ KFC ഒക്കെ തിന്നാ എനർജി വരുള്ളൂ. ഇവിടെ കരേരിയല്ലേ? കരേരി ലൈക്കിന്റെ അവിടെ, കരേരി ട്രക്കിംഗ് ഏരിയന്റെ നമ്മള് താഴെ റൂം എടുക്കാനാണ് പ്ലാൻ. അവിടേക്ക് പോവാൻ 30 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ അവിടെ ക്ലോസ് ആക്കുകയാണ്. ഇനി എൻ്റെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി കാണിച്ചു തരാം. പിന്നെ കരേരി എത്തുന്ന വരെയുള്ള ഒരു റൈഡിങ് വീഡിയോസും ഉണ്ടാവും, അതും കൂടി ഉണ്ടാവുള്ളൂ. പിന്നെ നാളെ കരേരി ട്രക്ക് ചെയ്യും. സൂക്കേട് ഇല്ലെങ്കിൽ വളരെ സന്തോഷം. സൂക്കേട് ഉണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, ചിലപ്പോൾ റൂമിൽ തന്നെ കിടക്കും. ഇവരൊക്കെ പോവായിരിക്കും. അപ്പോൾ ഓക്കെ.